മുതലാളി സത്യസന്ധതയുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ. ഹലോ ഗൈസ്, ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ. കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് മറ്റാരുള്ള നമ്മൾ കപ്പ ബിരിയാണി സ്പെഷ്യലിസ്റ്റായ നമ്മുടെ ഉമ്മച്ചി തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ നല്ല ബീഫിൻ്റെ എല്ല് കാണിക്കാണ്ട് പോകാം കേട്ടോ. അപ്പോൾ ഇക്ക ഓൾറെഡി പോയിട്ടുണ്ട് അവിടെ. എല്ല് വാങ്ങി നമ്മൾ വന്നത് കപ്പ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല കണ്ടത്തിൽ വിളഞ്ഞ കപ്പയും പിന്നെ കുറച്ച് ഇഞ്ചിയും നമ്മുടെ എല്ലും കപ്പയ്ക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ. നമ്മുടെ നിധി ഭയങ്കര അലമ്പാണ് കേട്ടോ. കരഞ്ഞ് പ്രശ്നമാക്കി ആശനെ വണ്ടി നിറക്കാണ്ടിരുത്തമാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള സാധനങ്ങളും പിന്നെ കുടംപുളിയോ വാളംപുളിയോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അംഗം തുടങ്ങി മക്കളെ, നേരത്തെ തുടങ്ങി. ചില സാങ്കേതിക കാരണങ്ങൾ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു ഗൈസ്. അപ്പം കപ്പയൊക്കെ ഒരുക്കി സെറ്റ് ചെയ്തു, എല്ലൊക്കെ ഒരുക്കി സെറ്റ് ചെയ്തു. എല്ല് 2 കുക്കറിലായിട്ടാണ് കേട്ടോ വെച്ചത്. കാരണം ചെറിയ കുക്കറാണ് ഉള്ളത്. അപ്പം ഒറ്റ കുക്കറിലായിട്ട് വേവില്ല. അതുകൊണ്ട് 2 ചെറിയ കുക്കറിലായിട്ടാണ് എല്ല് വേവിച്ചത്. കുറച്ച് ഈ മസാലയൊക്കെ പിടിച്ച് എല്ലിളക്കുന്ന സമയത്ത് ഒരു സ്മെല്ല് കിട്ടും. ഓ, അതൊരു കിട്ടില്ല സാധനമാണ് ഗൈസ്. നമ്മൾ കപ്പയും അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ വേവിക്കാൻ പോകുന്നത്. എല്ല് വേവിച്ച പാത്രത്തിൽ തന്നെയാണ് കപ്പയും വേവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ല് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. നല്ല നെയ്യും പിന്നെ നമ്മൾ മസാലയും വെള്ളം നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മുടെ ഇറച്ചിയിലും എല്ലിലും ഉണ്ടായിരുന്ന വെള്ളം തന്നെയാണ് കേട്ടോ. അതൊക്കെ കൂട്ടി ഇങ്ങനെ രക്ഷയില്ലാമോ. നമ്മളടുത്ത പോലെയല്ല ഇവിടെ. നല്ല എല്ലും ഇറച്ചിയും ഒക്കെ കിട്ടും. അത് ശരിയാണ് കേട്ടോ. നമ്മൾ ആ ഭാഗത്ത് കിട്ടുന്ന ഇറച്ചിനെ എല്ലിനേക്കാളും ക്വാളിറ്റിയാണ്. കാരണം എല്ല് വാങ്ങുന്ന സമയത്ത് എല്ലിലുള്ള ഇറച്ചിയൊക്കെ മാക്സിമം ചെത്തിയെടുത്തിട്ടാണ് നമ്മൾ എല്ലിലേക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ എല്ലെന്ന് പറയുമ്പോൾ അതിൽ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഓഫ് ഇറച്ചീസ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് മുതലാണ് വാങ്ങിക്കഴിഞ്ഞാൽ. അങ്ങനെ എല്ലിറക്കിയ ഉടനെ തന്നെ നമ്മളെ ഉമ്മ കപ്പ കുക്കറിലേക്ക് കയറ്റി കേട്ടോ. 2 കുക്കറിലായിട്ടാണ് കപ്പയും വെക്കുന്നത്. ഇത് ചാറെടുത്ത് മാറ്റണോ? കുറച്ച് മാറ്റണ്ട. മാറ്റിയാലുള്ള ഉപകാരം. അങ്ങനെ നമ്മൾ എല്ലിലേക്കുള്ള ഫൈനൽ താളിപ്പും കൂടി ചേർത്ത് കേട്ടോ. അപ്പം നല്ല രീതിയിൽ ഇക്ക മിക്സ് ചെയ്യണം. നമ്മുടെ മിക്സിങ് സ്റ്റാർ എന്നറിയപ്പെടുന്നതിന് നമ്മൾ ഇക്കാണ് കേട്ടോ. നല്ല രീതിയിൽ ഇക്ക ഇളക്കും. അപ്പം എല്ലിലേക്ക് നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കാനായി, നമ്മൾ താളിപ്പൊക്കെ പിടിക്കാനായി കറിവേപ്പിലേക്ക് പൊട്ടിച്ചിട്ടതാണ് ഗൈസ്. ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും ഉണ്ട്. ഇത് ചാറിൻ്റെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമുക്ക് ഈ ചാറെടുത്തിട്ട് തന്നെ ചോറുണ്ടാൻ പറ്റും. ഇത് പത്തിരിൻ്റെ കൂടെയൊക്കെ സെറ്റാണ് ഈ സാധനം. നമ്മൾ കപ്പയും നല്ല രീതിയിൽ വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല വെണ്ണ പരിപ്പായിട്ടുണ്ട് കപ്പ. അപ്പം നമ്മൾ കപ്പയും എല്ലും കൂടി മിക്സ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ അതിനെ നമ്മൾ കുക്കറിലുള്ള കപ്പയൊക്കെ നമ്മൾ എല്ലിൻ്റെ കൂടെയൊക്കെ ഇടാൻ പോകണം കേട്ടോ. വെള്ളമൊക്കെ എടുത്ത് വെച്ചാലേ ഇനിയിപ്പോ വെള്ളം കൂടി ആയിരിക്കും എല്ലാവരും ആടി കുടിക്കുന്ന പോലെ. അങ്ങനെ കപ്പ ഇളക്കലിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയ കേട്ടോ. ഒക്കെ കൂടി മിക്സായി നമ്മുടെ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞ സംഭവം. ഈ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞ സംഭവം എല്ലും കപ്പയും രണ്ടും രണ്ടാണെന്നാണ് എനിക്ക്
ലാസ്റ്റ് കിട്ടിയ അറിവ്. പക്ഷേ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിഞ്ഞൊന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ നാട്ടിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കപ്പയും പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ കഴിച്ച് അങ്ങനെ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് ആകപ്പാട് ക്ഷീണത്തിലായി. എന്നിട്ട് ഞാൻ പോയിട്ട് ഒരു ചെറിയൊരു കലക്കൽ സോഡയും കൂടെ കുടിച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ